എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വരും പറയാണ്, അതെ ഞാനാണ് കുറ്റക്കാരൻ ഇവിടെ. ഞാൻ മാത്രമാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും എല്ലാം ഞാൻ തന്നെയാ. ഇതിനകത്ത് മറ്റൊരാളില്ലെന്ന് പറയാം. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവാനായിട്ട് തയ്യാറാ. ചേതൻ ഗ്രൂപ്പിന് വിവരങ്ങളൊക്കെ ചോർത്തി കൊടുത്ത ഞാനാണ്. അതുകൊണ്ട് ആ കുറ്റം ഏറ്റെടുത്ത് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നോളാന്ന് പറയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു കാരണവശാലും ഈ രേഖേനെ ഞാൻ കൊണ്ടുപോകത്തില്ല. അവൾ എനിക്ക് വേണ്ട. അവളുമായിട്ടുള്ള ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടതിന് രേഖയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല. രേഖയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രേഖയ്ക്ക് ദേഷ്യം വന്നിട്ട് രേഖ ഓടിച്ചെന്ന് വരണ്ട കോളറിനവൾ കുത്തിപ്പിടിക്കണം. വരനേട്ടൻ എന്താ പറഞ്ഞേ? എന്നെ വേണ്ടെന്നല്ലേ? വരനേട്ടൻ എവിടെ പോയാലും ഞാൻ അവിടെ കൂടെ കാണും. അല്ലാതെ എന്നെ ഇവിടെ തനിച്ചിട്ടിട്ട് പോകാന്ന് വരനേട്ടൻ വിചാരിക്കണ്ട. നിങ്ങള് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒപ്പം ഞാൻ തന്നെ കാണും. നിങ്ങളുടെ മനസ്സിലെ വിചാരം എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ആ സുവർണനെ വിവാഹം കഴിച്ച് സ്വസ്ഥതയോടും സമാധാനത്തോടും ജീവിക്കാനല്ലേ? അത് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കത്തില്ല. ഈ രേഖ ആരെന്ന് കാണിച്ചു തരും. അങ്ങനെ എന്തേലും സംഭവിച്ചാല് ദേ നിങ്ങളെ അവളെയും കൊന്ന് ഞാൻ ജയിലിൽ പോകത്തുള്ളൂ എന്ന് പറയാണ്. ആഹാ, അന്ന് നമുക്ക് കാണാടി. നിന്നെ പോലൊരു പെണ്ണിനെ ആർക്കും വേണ്ടെന്ന് പറയാണ്. രേഖയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി. രേഖ പാഞ്ഞങ്ങോട് എന്നിട്ട് വരുണിനെ അടിക്കും ഇടിക്കുകയൊക്കെ ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വരുണ് സഹിച്ചില്ല. വരും പെട്ടെന്ന് രേഖേനെ പിടിച്ച് നീ എത്രയ്ക്കായോടി എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ തള്ളം കൂടി തള്ളുവാണ്. രേഖ നിലത്തടിച്ച് ഒറ്റ വീഴ്ച. ആ വീഴ്ചയോടുകൂടി രേഖ ബോധം കിട്ടുപോയി. രേഖ ഉണർന്നില്ല. പെട്ടെന്ന് തന്നെ ഗീതവും പ്രിയൊക്കെ അയ്യോ എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് വരുവാണ്. ഓടി വന്ന് രേഖേനെ വിളിക്കുക. പക്ഷെ രേഖ എഴുന്നേറ്റില്ല. രേഖ ആ കിടപ്പ് തന്നെ കിടക്കുവാണ്. കാഞ്ചന വിളിച്ചു പറഞ്ഞു, അതെ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഓടി അകത്തേക്ക് എല്ലുവാണ്. അങ്ങനെ വെള്ളമായിട്ട് വന്നപ്പോ രാധികാമ്മ പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ തരാനൊക്കെ പറയണം. രാധികാമ്മ ആകെപ്പാടെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. ആകെപ്പാടെ വെള്ളം ഒഴിച്ച് വിളിച്ചിട്ട് പോലും ഒരു അനക്കവും രേഖയിലുണ്ടായില്ല. എല്ലാവർക്കും വലിയ ടെൻഷനായി. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, അയ്യോ ഇങ്ങനെ കിടത്താതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാ നോക്ക്. അയ്യപ്പേണ്ണ പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. കണ്ണ് തുറന്നില്ല. കാരണം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ സാധാരണഗതിയില് ബോധം തെളിയേണ്ടതാണ്. പക്ഷെ ബോധം തെളിഞ്ഞില്ല. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. ഒരു പക്ഷെ ആ തലയിടിച്ച് വീണോണ്ട് തലയ്ക്കുള്ളിൽ എന്തെങ്കിലും ക്ഷത സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല എന്ന് അയ്യപ്പേട്ടൻ പറയണം. കുഞ്ഞെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല് പെട്ടെന്ന് തന്നെ കൊണ്ടാൻ പറയണം. വരും പറഞ്ഞു, ആശുപത്രി കൊണ്ടാനായിട്ടോ? ഇവളിവിടെ കിടന്ന് ചത്തുപോട്ടെ. എന്നാൽ ഇവിടെ ഒരിടത്തേക്കും കൊണ്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയാണ്. അത്ര സമയം ഉണ്ടായിരുന്ന ഗോവിന്ദന്റെ സർവ്വ നിയന്ത്രണം വിട്ടു. ഒന്നാമത്തെ കാര്യം നല്ല കട്ട കലിപ്പ് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് വരണ്ട ഈ പ്രകടനങ്ങളെ ഒന്നും നോക്കിയില്ല. ഗോവിന്ദ അങ്ങ് ചാടി എഴുന്നേറ്റു. എന്നിട്ട് വരണ്ട കോളർ നിങ്ങോട് കുത്തിപ്പിടിച്ച കവിളത്തെ ഒരു 5-6 അടി അങ്ങോട്ട് കൊടുത്തു. നീ എന്താണ് പറഞ്ഞേ? ആ കിടക്കുന്ന ആരാന്നറിയാവോ? നിന്റെ ഭാര്യ. നീ എന്നിട്ട് എന്താ പറഞ്ഞേ? അവളെ നിനക്ക് വേണ്ടാന്ന്. നിനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പറ്റില്ലെന്ന്. വരണേ, നീ ഇപ്പം ഇവളെ എടുത്തോണ്ട് എന്റെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വരും. ഇല്ലെങ്കിൽ നീ വൈകുന്നേരം നീ ഗാർഹിക പീഡനത്തിന് നീ അറസ്റ്റിലാവും. അറിയാലോ, ഒരു നിമിഷം പോലും വൈകിപ്പിച്ചുകൂടാ. ഇനി നീ വന്നില്ലെങ്കിൽ ഇവളോടൊപ്പം നിന്നില്ലെങ്കിൽ ഞാൻ അതാ ചെയ്യാൻ പോന്നെ. ഇവളെ കൂടെ നിന്നെ ഞാൻ പരാതി കൊടുപ്പിക്കും. പിന്നെ നീ പുറലോകം കാണത്തില്ല. വരണേ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാന്ന് പറയാം. ഇത് കേട്ടതിന് രാധികാമ്മ വരണേ നോക്കണം. വരണേ പിടിക്കണമെന്ന് പറയണം. നീ എന്ത് നോക്കിയിരിക്കുമെന്ന് പറയാം. രാധികാമ്മയ്ക്കാണ് ഭയങ്കര സമാധാനമാ. വരുൺ തന്നെ ഒറ്റ കൊടുത്തില്ലല്ലോ. ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയും എല്ലാം അവൻ തന്നെ സംഭവിച്ചു. ഇനിയിപ്പൊ തന്റെ കാര്യം സേഫാണ്. അത് മതി. അതാണുള്ള രാധികാമ്മയ്ക്കും വേണ്ടത്. തന്റെ മകൻ തന്നെ കൃത്യസമയത്ത് തന്നെ രക്ഷപ്പെടുത്തി. അപ്പൊ ഇനി അവനെ രക്ഷപ്പെടുത്തേണ്ട ചുമതല തനിക്കുണ്ടല്ലോ. ആ ഒരു ചിന്തയായിരുന്നു രാധികാമ്മയുടെ മനസ്സിൽ. അങ്ങനെ പിന്നീട് വരുണും ഗോവിന്ദും എല്ലാം ചേർന്ന് രേഖനെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രേഖനെ പരിശോധിക്കാൻ ഡോക്ടർ കയറിയിരിക്കണം. ആ സമയത്ത് പുറത്ത് ഗോവിന്ദും ഗീതു വരുണും രാധികാമ്മ നിൽക്കുകയാണ്. ഗീതു പറഞ്ഞു, ഇതിലായിട്ട് ഡോക്ടർ ഒന്നും വന്ന് പറഞ്ഞില്ലോ. പറയുമായിരിക്കും. നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക. നീ ടെൻഷൻ അടിക്കില്ല. ഇങ്ങനെ നീ പ്രഗ്നന്റ് അല്ലേ? വെറുതെ മനസ്സിനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിങ്ങനെ വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാം. നീ സമാധാനത്തോടെ അവിടെ നിന്ന് ഇരിക്കാൻ പറയാം. ആ സമയത്ത് വരുൺ നേരെ രാധികാമ്മ എടുത്തേക്കുന്നു. പിന്നീട് പറഞ്ഞു, അമ്മേ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നല്ല സമോസയൊക്കെ കിട്ടും. വാ നമുക്കൊന്ന് പോയി ചായ കുടിച്ചിട്ട് വരാന്ന് പറയണം. ഇതേ വരണേ, മിണ്ടാതിരിക്കും കേട്ടോ. മനുഷ്യ ആകെപ്പാടെ അടിമുടി പെരുത്ത് നിൽക്കുകയാണ്. നീയാണ് ആ ചേതൻ ഗ്രൂപ്പിനെ ഒറ്റ കൊടുത്തെന്നുള്ള കാര്യം അത് ഗോവിന്ദ് അറിഞ്ഞപ്പോ തോന്നല് എനിക്ക് ആ ടെൻഷനാ. എന്റെ പേര് ഭാഗ്യത്തിന് നീ പറഞ്ഞില്ല. ആ ഒരു സമാധാനമുണ്ട്. പക്ഷെ നീ ഇനി എന്റെ അടുത്ത് സംസാരിക്കാൻ വരില്ല. അങ്ങനെ എന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദിന് മനസ്സിലാവും എന്ന് പറഞ്ഞ് രാധികാമ്മ അങ്ങോട്ടേക്ക് മാറിപ്പോവാ. അപ്പോഴേക്കാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നേ. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ ആരാ ഭർത്താവ് ആരാന്ന് ചോദിക്കണം രേഖയുടെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുന്ന എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഞാനാന്ന് പറയണം. ഡോക്ടറെ ദൈവത്തെ ഓർത്ത് കേസ് കൊടുക്കരുത് കേട്ടോ. എന്നെ അകത്താക്കരുത്. ഇനി ഞാനിത് ആവർത്തിക്കില്ല. എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. കേസ് കൊടുത്തിട്ട് ഞാൻ അകത്തായിപ്പോ ആകെപ്പാടെ നാണക്കേടായി പോന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു, അത് പറ്റില്ല.
അത് രേഖയുടെ പേരിൽ ഞാനൊരു കേസ് ഇവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും ആകെപ്പാടെ തകർന്നു പോയി. വരുണിന് എന്ത് ചെയ്യുന്നു നടത്തില്ല. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, എടോ കൺഗ്രാസ്, താൻ ഒരു അച്ഛനാൻ പോവാന്ന് പറയാണ്. രേഖയ്ക്ക് വിശേഷം ഉണ്ടെന്ന് പറയാ. അത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. വരുൺ ഒരു ഞെട്ടലോടുകൂടി രാധികാമേനെ നോക്കുവാണ്. ഗീതനും ഗോവിന്ദനും സന്തോഷമായി. ഗീത ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ടൊരു രേഖിച്ച് പ്രഗ്നന്റ് ആണ്. ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഗോവിന്ദ് വരുണിന്റെ മുഖത്തേക്ക് നോക്കുക. വരുൺ ഇങ്ങനെ അന്താളിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രാധികാമ്മ ഓടി വന്ന് വരുണിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൺഗ്രാസ് വരണേ, എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയാണ്. വരുണിന് എന്ത് ചെയ്യണം നടത്തില്ല. വരുൺ ഒട്ടും ആഗ്രഹിച്ചില്ല. വരുണ് രാധികാമ്മ പറഞ്ഞു, അമ്മേ എന്താ ഈ പറയണേ, എനിക്ക് വേണ്ട, എനിക്കിതിന് വേണ്ടാന്ന് പറയാണ്. ഒന്നും മിണ്ടായിരിക്കണ വരണേന്ന് പറയാണ്. ആ കെട്ടിമെടുത്തവും പ്രകടനവും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദന്റെ കണ്ണ് നിറഞ്ഞു വന്നു. കാരണം ഗീതു പ്രഗ്നന്റ് ആന്ന് കഴിഞ്ഞപ്പം രാധികാമ്മ തിരിഞ്ഞു പോലും നോക്കിയില്ല. പകരം അവളെ കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ആ ചേതൻ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ. പക്ഷെ ഇപ്പം സ്വന്തം ചോര വരുണിന്റെ കുഞ്ഞുണ്ടാകാൻ പോവാന്ന് പറഞ്ഞ ഇപ്പൊ ആ സ്നേഹപ്രകടനങ്ങൾ കണ്ടോ. അപ്പൊ ഇതാണ് ബ്ലഡാന്ന് പറഞ്ഞ്. കാരണം സ്വന്തം ചോര തന്നെ വേണമെന്ന് പറയണ ഇതായിരിക്കും. താനപ്പ ആരും അല്ലാതായി, തന്റെ ഭാര്യ ഇവർക്ക് ആരും അല്ലാതായി. സ്വന്തമായൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന സമയത്ത് ഇവരുടെ സന്തോഷ പ്രകടനങ്ങൾ കണ്ടോ. ആ സത്യം അങ്ങനെ ഗോവിന്ദ് തിരിച്ചറിയുമായിരുന്നു. ഗോവിന്ദന്റെ കണ്ണ് നിറയുന്ന പെട്ടെന്ന് ഗീതു ശ്രദ്ധിച്ചു. ഗീതുവിന് മനസ്സിലായി. ഗീതു പെട്ടെന്ന് ഗോവിന്ദന്റെ കയ്യിലേക്ക് ഒന്ന് പിടിക്കുകയാണ്. ഗോവിന്ദ് ഒന്നുമില്ലാന്ന് പറയാണ്. ഗീതു പറഞ്ഞു, നമുക്ക് രഹിച്ചിന്ന് കണ്ടാലോ എന്ന് ചോദിക്കണം. ബാ കാണാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവാം. ഈ സമയം വരുണിനോട് രാധികം വെച്ചു, എന്റെ വരണേ നീ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്താ നിന്റെ മുഖത്തെന്താണ് ഒരു സന്തോഷമില്ലാത്ത? അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറയാ. എടാ ഇതാ ഞാൻ പറഞ്ഞ നീ മന്ദബുദ്ധിയാന്ന്. പക്ഷെ എനിക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് പറയാ. അമ്മ എന്തൊക്കെയാ പറയണേ? എടാ അറക്കൽ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന കുഞ്ഞല്ലേ നിന്റെ കുഞ്ഞ്. അമ്മേ അതിന് ഓൾറെഡി അവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞല്ലോ ആ ഗീതു. എടാ മോനെ അതൊക്കെ നമുക്ക് കളയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇതോട് കൂടിയിട്ട് നിന്റെ കഷ്ടകാലമൊക്കെ മാറിയെന്ന് പറയാണ്. എന്റെ കഷ്ടകാലം മാറാനോ? അതെങ്ങനെ? എടാ നിനക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്ന അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് പഴയ കാര്യങ്ങളൊക്കെ മറക്കും. ആ ചേതൻ ഗ്രൂപ്പുമായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങള് അതൊക്കെ ഗോവിന്ദ് മറക്കും. വീണ്ടും നിന്നെ അറക്കൽ കുടുംബത്തില് നിർത്തൂന്ന് പറയാണ്. സത്യമാണോ അമ്മയെന്ന് ചോദിക്കും. പിന്നല്ലാതെ, അല്ല നീ കണ്ടോളാൻ പറയാണ്. നിനക്ക് വന്ന സൗഭാഗ്യം ഇത് മാക്സിമം നീ വിനിയോഗിക്കണമെന്ന് പറയാം. വരുൺ ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. ആ സമയത്ത് അകത്തേക്ക് എന്തപ്പോ കണ്ണു തുറന്ന് കിടക്കുവാണ് രേഖ വയറ്റത്ത് കൈവച്ച് ഇങ്ങനെ കിടക്കുക. ഭയങ്കര സന്തോഷത്തിലായിരുന്നു രേഖ. ഗീതവും ഗോവിന്ദും കൂടെ അങ്ങ് ചെന്നു. പെട്ടെന്ന് ഗീത പറഞ്ഞ് കൺഗ്രാസ് രേഖേച്ചെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. അപ്പൊ ഞാനുമായിട്ട് ഒരു മത്സരമായിരുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേഖ പറഞ്ഞു, ഞാൻ മത്സരമൊന്നും ഇല്ലായിരുന്നു പറയാണ്. അതെ 6 ആഴ്ചയായെന്നാ പറഞ്ഞേ ഇപ്പൊ കുഞ്ഞു വയറ്റിലായിട്ട്. എന്നിട്ട് കള്ളി ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്ന് പറയാ. രേഖ പറഞ്ഞു, ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യം ആയിരുന്നില്ലെന്ന് പറയാം. ഗോവിന്ദ് കൺഗ്രാസ് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ചുറ്റും നോക്കുവാണ്. നോക്കി കഴിഞ്ഞപ്പോഴത്തേനും വരുണിനെ കണ്ടില്ല. ഈ നോട്ടത്തിനർത്ഥം ഗീതുവിനും ഗോവിന്ദനും മനസ്സിലായി. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അതെ വരുണേട്ടൻ പുറത്തുണ്ടെന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ട വരുണാണ് മുൻപന്തിയിൽ നിന്ന്. എത്രയും പെട്ടെന്ന് രേഖനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ വരുണേട്ടന് ഭയങ്കര ഒരു പേടിയുണ്ട് രേഖേച്ചി. കാരണം എന്തായി തീരും എങ്ങനെയായി തീരും എന്നോർത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. രേഖേച്ചി തലയിടിച്ച് വീണ് കഴിഞ്ഞപ്പോഴേ അതിന്റെ ഒരു ടെൻഷനോട് കൂടിയിട്ട് ആള് പുറത്തു വയ്ക്കുന്നത്. രേഖേച്ചിന് മുന്നിലേക്ക് വരാൻ ഒരു ചമ്മലും ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേഖ പറഞ്ഞു, അതെ എന്നോട് കള്ളത്തരം നിങ്ങൾ രണ്ടുപേരും പറയണ്ടെന്ന് പറയാണ്. എനിക്ക് വരുണേട്ടനെ നന്നായിട്ട് അറിയാവുന്നല്ലേന്ന് ചോദിക്കുക. വരുണേട്ടൻ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് എനിക്കറിയാം. ഞാൻ അവിടെ കിടന്ന് ചത്തോട്ടെന്ന വരുണേട്ടൻ പറയുള്ളൂ. പിന്നെ എന്തിനാ എന്നോട് നിങ്ങൾ കള്ളത്തരം പറയണേ? ഇത് കേട്ടതും ഗീതവും ഗോന്നും പരസ്പരം നോക്കുവാണ്. വരുണേട്ടൻ ഒരിക്കലും ഈ കുഞ്ഞിനെ പോലും ആഗ്രഹിക്കുന്നില്ല. വരുണേട്ടൻ സുവർണയോടൊപ്പം ജീവിതം ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് എന്നെ കാണാൻ വരത്തില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ഗീതുവിന് സങ്കടമായി. ഗീതു പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയില്ലേ രേഖേച്ചി, അതെല്ലാം ശരിയാകും, എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരുമെന്ന് പറയാണ്. എനിക്ക് അതൊന്നും ഓർത്തിട്ട് സങ്കടമില്ല. പക്ഷേങ്കില് ഗോവിന്ദനെ ചതിക്കാനായിട്ട് വരുണേട്ടൻ കൂട്ടുനിന്നല്ലോ, അത് ഓർത്തിട്ടുള്ള വിഷമമുള്ളൂ. എനിക്ക് വേറൊന്നിനെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ ഇല്ലാന്ന് പറയാണ്. ഗീതു പറഞ്ഞു, പോട്ടെ രേഖേച്ചി, ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് രേഖേച്ചി വിഷമിക്കണ്ട. അതെ ഞങ്ങള് പുറത്ത് ഇരിക്കാന്ന് പറയണം. വേണ്ട ഗീത ഇവിടെ ഇരിക്കാൻ പറയണം. ഗോവിന്ദ് പറഞ്ഞു, എന്നാ ശരി ഞാൻ പുറത്തേക്ക് എല്ലാന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് പുറത്തേക്ക് വരുവാണ്. പുറത്തേക്ക് വന്നപ്പോഴത്തേനും രാധികാമ്മയും വരുണും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വരുണാണ് ആകെപ്പാടെ കട്ടക്കലിപ്പിലായിരുന്നു. വരുൺ രാധികാമ്മ പറഞ്ഞു, അമ്മേ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അവളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് പറയണം. അപ്പോഴേക്കും ഗോവിന്ദ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ദേ വരണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദൈവമായിട്ട് തന്ന വരദാനമാണ് ഈ കുഞ്ഞ്. അപ്പൊ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട ചുമതല നിനക്കുണ്ട്, എനിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടെന്ന് പറയണം. ഈ സമയത്ത് നിന്റെ ഭാഗ്യം കൊണ്ടാ രേഖ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ആ ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള നിന്റെ പ്രശ്നങ്ങളൊക്കെ
അതൊക്കെ ഞാൻ അങ്ങോട്ട് വിട്ടുകളയാൻ തീരുമാനിച്ചു. ഒരു തവണത്തേക്ക്, ഈ ഒരു തവണത്തേക്കും കൂടെ നിനക്ക് ഞാൻ മാപ്പ് തരിക. ഇനി എനിക്ക് ഇതിനൊരു അവസരം ഉണ്ടാകത്തില്ല. നിനക്ക് അറക്കൽ കുടുംബത്തിലേക്ക് തിരികെ വരാം. പക്ഷെ നീ നിന്റെ സ്വഭാവം അതൊരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. നീ ഇനി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നെ ഇല്ലാതാക്കാനായിട്ട്, AGM-നെ തകർക്കാനായിട്ട്. നീ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം വരണേ. അപ്പൊ ഞാൻ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ തമ്മിൽ ഇനി അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവാം. മനസ്സിലായെന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ രാധികാമ്മ പറഞ്ഞു, അല്ല ഗോവിന്ദമാനെ, അത് രാധികാമ്മ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം. ദേ പോയി രേഖനെ കാണ്. രേഖയുടെ വയറ്റ് വെള്ളം നിന്റെ കുഞ്ഞാന്നുള്ള ബോധം വേണമെന്നൊക്കെ പറയാം. അങ്ങനെ ഗീതുവും രേഖയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗീതുവിന്റെ ഫോണിലേക്ക് പ്രിയയുടെ കോള് വരുന്നത്. ടെൻഷൻ അടിച്ചിട്ട് പ്രിയയെ വിളിക്കുന്ന എന്തായി എങ്ങനെയാണെന്നും അറിയത്തില്ലോ. പിന്നീട് പ്രിയ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് രേഖേച്ചിക്ക്, എങ്ങനെയുണ്ട് ഗീതു ചേച്ചിന്ന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയണ്ട, തലയിടിച്ച് വീടല്ലേന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ രേഖേച്ചിലേക്ക് കൊടുക്കാന്ന് പറയാണ്. അങ്ങനെ ഗീതു രേഖടയിലേക്ക് ഫോൺ കൊടുക്കുകയാണ്. രേഖയോട് പ്രിയ ചോദിച്ചു, എങ്ങനെയുണ്ട് രേഖേച്ചി? എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയാ. കള്ളത്തരം ഒന്നുമല്ലോ, സത്യവാ. പിന്നെ ഒരു വിശേഷം കൂടെ ഉണ്ടെന്ന് പറയണേ. എന്ത് വിശേഷം? അതെ, നിന്റെ ഗീതു ചേച്ചിക്കുള്ള അതേ വിശേഷം തന്നെ എനിക്കും ഉള്ളതെന്ന് പറയാണ്. സത്യമാണോ? രേഖേച്ചി പ്രഗ്നന്റ് ആണോന്ന് ചോദിക്കാം. അതേന്ന് പറയാണ്. എന്റെ ദൈവമേ, സന്തോഷം സഹിക്കാൻ പറ്റില്ല പ്രിയയ്ക്ക്. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും രേഖ ഗീതുവിനോട് പറഞ്ഞു, പ്രിയമോൾക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറയാ. ഈ സമയത്ത് പ്രിയയുടെ അടുത്ത് കാഞ്ചന ഉണ്ടായിരുന്നു. കാഞ്ചന പെട്ടെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ രേഖപ്പാപ്പയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. വരൺ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയ പറഞ്ഞു, അതൊന്നും അല്ല സംഭവം. പിന്നെയോ, അതെ, ഒരു പുതിയ വിശേഷങ്ങൾ ഈ കുടുംബത്തിലുണ്ടെന്ന് പറയണ. പുതിയ വിശേഷം? അതെന്ത് വിശേഷം? അതെ, രേഖേച്ചി പ്രഗ്നന്റ് ആന്ന് പറയാണ്. എന്റെ കടവുളെ, രേഖപ്പാപ്പ പ്രഗ്നന്റ് ആണോ? ഇതെങ്ങനെ? ഒന്നും മനസ്സിലായില്ല അങ്ങോട്ട്. പിന്നീട് ഇങ്ങനെ ആലോചിക്കുവാണ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ഒരു വശത്ത് ഗീതുപ്പാപ്പ കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്നു, മറുവശത്ത് രേഖപ്പാപ്പ പ്രഗ്നന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ഭാവനയിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് കാഞ്ചന പൊട്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഗോവിന്ദമാമയുടെ കാര്യം ആലോചിച്ച്, ഗോവിന്ദമാമയുടെ കഷ്ടകാലം തുടങ്ങി, എല്ലാരെയും കൂടെ ഗോവിന്ദമാമ വേണ്ട ഇനി മാനേജ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയയ്ക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിനെ കാണാനായിട്ട് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി ചെന്നിട്ട് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ ഈ സമയത്ത് വന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ഒരു വിശേഷം ഉണ്ട് അമ്മേന്ന് പറയണം. രഞ്ജു ചോദിച്ചു, വിശേഷം? എന്ത് വിശേഷം? അത് ഞാൻ പറയുന്നില്ല, അത് കണ്ണേട്ടൻ പറഞ്ഞോളൂ എന്ന് പറയണം. എന്താണെന്ന് കാര്യം പറയാം, എന്ത് വിശേഷമാന്ന്. അതൊരു വിശേഷം തന്നെയാന്ന് പറയാ. അതിൽ നിന്നൊരു ക്ലൂ കിട്ടി വിജയലക്ഷ്മിക്ക്. വിജയലക്ഷ്മി പെട്ടെന്ന് നോക്കി, ആണോന്ന് ചോദിക്കണം. അതേന്ന് പറയാ. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് പെട്ടെന്ന് ഗീതന് വന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുക. ഗീത കൈ കൊണ്ട് കാണിച്ചു വേണ്ടാന്ന് പറയാം. കാരണം ഇപ്പൊ പറയണ്ട, ഗോവിന്ദാടൻ തന്നെ പറയട്ടെ എന്നുള്ള രീതി നിൽക്കുകയാണ്. അപ്പൊ ഗോവിന്ദിച്ചിട്ട് മാറിയാണ് നിൽക്കുന്നത്. ആ സമയത്ത് വിജയലക്ഷ്മി കൃത്രിമമായിട്ട് ദേഷ്യം അഭിനയിച്ചു പറഞ്ഞു, കുറെ സമയം വിശേഷം എന്ന് പറയുന്നത്, കാര്യം എന്താന്ന് പറ, ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമില്ലെന്ന് ചോദിക്കുക. രഞ്ജു പറഞ്ഞു, അത് ശരിയാ, കാര്യം എന്താന്ന് പറയാം ഗോവിന്ദേട്ടാ. ഗോവിന്ദൻ എങ്ങനെ മാറി നിൽക്കുന്നതാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ആ കയ്യിൽ കയറി പിടിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദന് വിജയലക്ഷ്മിയോട് പറയാൻ ഒരു മടി, സംസാരിക്കാനായിട്ട് മടി. രഞ്ജുവിനോടായിട്ട് പറയണേ, അതെ, നീ ചോദിച്ചുള്ള മറുപടി ഇപ്പൊ ഞാൻ പറയാം. ഒരു വലിയ വിശേഷം തന്നെയുണ്ട്, ഗീതു പ്രഗ്നന്റ് ആന്ന് പറയണ. ഇത് കേട്ടപടി കേൾക്കാത്ത പതി രഞ്ജുവും വിജയലക്ഷ്മി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഗീതുവിനെ. കുറെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് വിജയലക്ഷ്മി ഗീതുവിന്, അതുപോലെ തന്നെ രഞ്ജുവിനും. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ കണ്ണ് നിറഞ്ഞു. മുമ്പ് ഗീതു ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം രാധികാമ്മ തിരിഞ്ഞു പോലും നോക്കില്ല. രാധികാമ്മ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ചെയ്തോണ്ടിരുന്നേ. കാരണം ചേതൻ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ ഗീതുവിനെ മുറിവേൽപ്പിക്കുക ചെയ്തോണ്ടിരുന്നേ. പക്ഷെ ഇവിടെയോ ഇപ്പൊ ഗീതു പ്രഗ്നന്റ് ആന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം വിജയലക്ഷ്മി അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ഇതാണ് ബ്ലഡ് റിലേഷൻ. കാരണം തന്റെ അമ്മയാണിത്. മറ്റേ രാധികാമ്മ എന്ന് പറഞ്ഞ വരുണിന്റെ അമ്മയാണ്. സ്വന്തം ചോരയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മയുടെ സന്തോഷം അത്രമാത്രമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ തന്നെ അത്രമാത്രം വിജയലക്ഷ്മി അമ്മ സ്നേഹിക്കുന്നു. ഇത് കളങ്കമില്ലാത്ത സ്നേഹമാണ് ഇപ്പൊ താൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന്റെ കണ്ണറിയാതെ നിറഞ്ഞു വന്നു. ഗോവിന്ദന് സങ്കടവും വന്നു. കാരണം താൻ ഈ സ്നേഹമുള്ള ഇത്രയും നാളും തിരിച്ചറിയാതെ പോയെന്നുള്ളൊരു വിഷമം മനസ്സിലേക്ക് വരുവാണ്. ഇതെല്ലാം അറിഞ്ഞ് രഞ്ജു ഇങ്ങനെ നിന്നിട്ട് രഞ്ജു ഒരു നിമിഷം ചോദിച്ചു, അല്ല ഇവിടെ എല്ലാരും വിശേഷം അറിയിച്ചു, ഇനിയിപ്പൊ ഞാൻ എപ്പോഴാണോ അവന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം ഒരു ഞെട്ടലോട് കൂടിയിട്ട് ഗോവിന്ദും വിജയലക്ഷ്മി അമ്മയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.